മലപ്പുറം എടപ്പാളിൽ ലോട്ടറി കടയിൽ നിന്ന് സമ്മാനാർഹമായ ടിക്കറ്റ് മോഷ്ടിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതി പിടിയിൽ. ലോട്ടറി കടയിലെ ജീവനക്കാരൻ കൂടിയായ തമിഴ്നാട് മധുര സ്വദേശി ഗണേശനാണ് പിടിയിലായത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ആ കടയിൽ CCTV ഉണ്ടെന്ന് വരെ അറിയാമായിരുന്നിട്ടും ഈ ഗണേശൻ വല്ലാത്തൊരു സാഹസത്തിനാണല്ലോ മുതിർന്നത്. തീർച്ചയായും ഗോകുൽ, മാർച്ച് 6 പുലർച്ചെയാണ് ഇയാൾ മോഷണം നടത്തിയത്. സമ്മാനാർഹമായ 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന ടിക്കറ്റാണ് കടയിൽ നിന്ന് ഈ ജീവനക്കാരനായിരുന്ന ഗണേശൻ മോഷ്ടിച്ചത്. ഈ സംഭവത്തിൽ കടയുടമ ചങ്ങരംകുളം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കോയമ്പത്തൂരിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് ചങ്ങരംകുളം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം കോയമ്പത്തൂരിലെത്തിയാണ് ഇയാളെ പിടികൂടിയത്. തുടർന്ന് പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ കടയിലെ ജീവനക്കാരനായ ഗണേശന് ഈ ടിക്കറ്റ്, സമ്മാനാർഹമായ ടിക്കറ്റുകൾ കടയിൽ ഉണ്ട് എന്നറിയാം. ഓണർ അവിടെ ഇല്ലാത്ത സമയത്ത് കടയിലെത്തി ഈ ടിക്കറ്റുമായി കടന്നു കളയുകയായിരുന്നു. എന്നാൽ ഇത് ലോട്ടറി വകുപ്പിൽ സമർപ്പിക്കാനോ ഒന്നും ഇയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനു മുൻപ് തന്നെ ഇയാളെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ലോട്ടറി മോഷ്ടിച്ചതും വെറുതെയായി, ജോലിയും പോയി. ഒറ്റമോടിയിൽ ഇപ്പോൾ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഗണേശന്റെ മേലുണ്ടായ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. ശരി നിഖിൽ, ഏതായാലും തെളിവ് ഒന്നും അന്വേഷിച്ച് പോലീസിനും പോകേണ്ടി വന്നില്ല. പ്രതി തന്നെ അല്ലെങ്കിൽ മോഷണം നടത്തിയ ആൾ തന്നെ CCTVക്ക് മുന്നിലൂടെയാണ് അങ്ങനെ തേരാപ്പാര നടന്ന് ആ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തത്. അതും ആ കടയിലെ ജീവനക്കാരൻ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.